ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പെസഹ തിരുനാൾ പങ്കിടലിൻ്റെ തിരുനാളാണ്. നമ്മുടെ കർത്താവ് തന്നെ നമുക്കായി പങ്കിടുന്നതിൻ്റെ ഓർമ്മയാചരിക്കുന്ന തിരുനാൾ. ദൈവം സൃഷ്ടി മുതലേ പങ്കിടുന്ന സ്വഭാവം വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാമല്ലോ, പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ അവസാന ഭാഗത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ആ മനുഷ്യന് വേണ്ടിയിട്ട് തൻ്റെ ഛായയും സാദൃശ്യവും ദൈവം നൽകി. അത് രണ്ടാമത്തെ പങ്കിടലാണ്. പിന്നീട് ദൈവം ഒരു ജനത്തിലൂടെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് സന്ദേശങ്ങൾ നൽകുകയും തൻ്റെ സ്നേഹം പ്രകടമാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ ജനം ഇസ്രായേലാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ആ ജനം തിരഞ്ഞെടുക്കപ്പെട്ടത് വാസ്തവത്തിൽ മനുഷ്യ സമൂഹം മുഴുവനും വേണ്ടിയിട്ടാണ്, എല്ലാ കാലങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെ തിരഞ്ഞെടുത്ത ആ ജനത്തിന് ദൈവം വലിയ കരുതൽ നൽകിയിരുന്നുവെന്ന് നമുക്കറിയാം. അവരുടെ അടിമത്ത കാലത്ത്, പിന്നീടുള്ള അവരുടെ വിമോചനത്തിന് വേണ്ടി, അവരുടെ മരുഭൂമി യാത്രയിൽ ഒക്കെ ദൈവം വളരെയേറെ കരുതലുകൾ നൽകി. അവർക്ക് നേതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ഉള്ള ഒരു നേതൃത്വം നൽകി. അവർക്ക് മന്ന ഭക്ഷണം കൊടുത്തു. അവർക്ക് കാടപ്പക്ഷികളെ ഭക്ഷിക്കാനായിട്ട് നൽകി. അവർക്ക് പാറയിൽ നിന്ന് വെള്ളം നൽകി. ഇതൊക്കെ ചില അത്ഭുതകരമായ അടയാളങ്ങൾ മാത്രം. അതിലുപരിയാണ് ദൈനംദിനം അവരനുഭവിച്ചിരുന്ന ദൈവ പരിപാലന. മനുഷ്യവർഗത്തിലും നമുക്ക് ഈ ദൈവ പരിപാലന പൊതുവിൽ കാണാൻ സാധിക്കും. മനുഷ്യൻ എന്നുള്ള നിലയിൽ ദൈവം തന്നെ പൂർണ്ണമായിട്ട് നൽകുകയാണ് ഈശോയിലൂടെ, അവിടുത്തെ ജീവിതത്തിലൂടെ. അവിടുത്തെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം പങ്കിടലിൻ്റെ ജീവിതമായിരുന്നു. 12 വയസ്സുള്ളപ്പോൾ സിനഗോഗിൽ വെച്ച് ആരംഭിച്ചു ഈ പങ്കിടൽ, ദൈവത്തിൻ്റെ സന്ദേശത്തിൻ്റെ പങ്കിടൽ. അത് പിന്നീട് പരസ്യ ജീവിതകാലത്ത് സന്ദേശത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റേതുമായിട്ടുള്ള ഒരു പങ്കിടലായിരുന്നു. ദൈവം ആരാണെന്നും ആ ദൈവത്തെ പോലെ എങ്ങനെ മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കുമെന്നും കർത്താവായ ഈശോ മിശിഹ നമുക്ക് വ്യക്തമാക്കി. ദൈവം സ്നേഹമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രകാശനമാണ് കർത്താവിൻ്റെ പെസഹ രഹസ്യം. ആ പെസഹ രഹസ്യത്തിൻ്റെ ഒരു അനുസ്മരണം ഈ വ്യാഴാഴ്ച നമ്മൾ ആഘോഷിക്കുകയാണ്. വ്യാഴാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുകർമ്മം നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ കുർബാന എന്ന ആ പരമരഹസ്യത്തിൻ്റെ സ്ഥാപനമാണ്. അത് നമ്മുടെ കർത്താവിൻ്റെ ജീവിതം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു രഹസ്യമാണ്. ആരാണ് നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനുമായ ഈശോ മിശിഹ എന്ന് ആ കുർബാന എന്ന രഹസ്യത്തിൽ അവിടുന്ന് ഉൾച്ചേർക്കുകയാണ് ചെയ്തത്. അതായത് അവിടുത്തെ ജനനം, ജീവിതം, മരണം, ഉത്ഥാനം, പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്നീ രഹസ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശുശ്രൂഷ നമുക്ക് ആ പെസഹ വ്യാഴാഴ്ച കർത്താവ് സ്ഥാപിച്ചു തന്നു. അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കാനിരിക്കുന്നതിന് തൊട്ടു മുമ്പാണ്. പക്ഷേ ആ നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തന്നെ കർത്താവ് നമുക്കായിട്ട് നൽകുന്നത്. അപ്പത്തിൻ്റെയും മീനിൻ്റെയും സാദൃശ്യങ്ങളിൽ തൻ്റെ തിരുശരീര രക്തങ്ങളെ നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് വേണ്ടി ജീവിച്ചു മരിച്ചു ഉത്ഥാനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നൽകിയ ആ കർത്താവായ ഈശോ മിശിഹായുടെ അനുസ്മരണം വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുവാൻ അവിടുന്ന് നമുക്ക് അവസരം നൽകി. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നും പറഞ്ഞു. അന്ന് ആ അവസാന അത്താഴത്തിൽ കർത്താവ് അത് നിർവഹിച്ചപ്പോൾ ആ അത്താഴത്തിന് ശേഷം നടക്കാനിരുന്ന ദിവ്യരഹസ്യങ്ങളുടേതായ സൂചന ചില വാക്കുകളിലൂടെ മാത്രമേ കർത്താവ് നൽകിയുള്ളൂ. എന്നാൽ പിന്നീട് അത് സംഭവിച്ചപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹം അവയെയും വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് അവിടുത്തെ ഓർമ്മ ആചരിക്കുന്ന പതിവ് വന്നു. അതാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന വിശുദ്ധ കുർബാന.
നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ജീവിത രഹസ്യങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പരമരഹസ്യം. ഈ വിശുദ്ധ കുർബാന നമ്മൾ അനുദിനം അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ആഘോഷിക്കുമ്പോൾ വാസ്തവത്തിൽ പെസഹ വ്യാഴാഴ്ച കർത്താവ് സ്ഥാപിച്ച ആ വിശുദ്ധ കുർബാനയുടെ അനുഭവം നമുക്ക് കർത്താവിൻ്റെ ജീവിതത്തിലെ മുഴുവൻ സംഭവങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകുന്ന സന്ദർഭമാണ്. വാസ്തവത്തിൽ ഈ അവർണ്ണനീയമായ ദാനത്തിന് എത്രമാത്രം മനുഷ്യ സമൂഹം, പ്രത്യേകിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നന്ദി പറഞ്ഞാലും അത് അധികമാവുകയില്ല. എപ്പോഴും നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു രഹസ്യമാണിത്. തന്നെ പങ്കിട്ട് നൽകുന്ന ഒരു ദൈവം, തന്നെ പൂർണ്ണമായിട്ട് നൽകുന്ന ഒരു ദൈവം. ആ അപ്പത്തിൻ്റെയും മീനിൻ്റെയും സാദൃശ്യങ്ങളിലുള്ള നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മളെ നിലനിർത്തുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമുക്ക് സന്തോഷം പകരുന്ന, നമ്മുടെ ജീവിതത്തെ കൂട്ടായ്മയിൽ എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഒരപ്പത്തിൽ നിന്ന് നാം ഭക്ഷിക്കുമ്പോൾ, ഒരേ കാസായിൽ നിന്ന് നമ്മൾ കുടിക്കുമ്പോൾ നമ്മളൊരു ദൈവജനമായി രൂപപ്പെടും. അപ്രകാരമുള്ള ആ ദൈവജനത്തിൻ്റെ സ്വഭാവം അത് ശുശ്രൂഷയുടേതാണെന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് കർത്താവ് വ്യക്തമാക്കുകയും ചെയ്തു. അപ്രകാരം ശുശ്രൂഷ അത് സഭയുടെ തലത്തിലും സമൂഹത്തിൻ്റെ തലത്തിലും തുടരണമെന്ന് കർത്താവ് കാണിക്കുകയാണ് ആ വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് മുമ്പിലുള്ള കാലുകഴുകൽ ശുശ്രൂഷയിലൂടെ. പ്രിയമുള്ളവരെ, മിശിഹ സ്വയം പങ്കിട്ട് നമുക്ക് നൽകിയതുപോലെ നാമും നമ്മെ തന്നെ പങ്കിട്ട് നൽകേണ്ടവരാണ്. നമ്മെയും നമുക്കുള്ളവയെയും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആവശ്യങ്ങൾ ഉള്ളതെല്ലാം മറ്റാവശ്യക്കാർക്കുള്ളതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് ദരിദ്രരും പീഡിതരും ക്ലേശിതരും അന്യവൽക്കരിക്കപ്പെട്ടവരും അതുപോലെ തന്നെ ഭിന്ന ശേഷിയുള്ളവരുമൊക്കെ ആയിട്ടുള്ള ആളുകളുമായി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ പങ്കിടുവാൻ സാധിക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് സമ്പാദിക്കുവാൻ സാധിക്കുന്നവ, ദൈവം അനുഗ്രഹിച്ച് നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ, ദൈവം നമ്മൾക്ക് നൽകിയിട്ടുള്ള വരങ്ങളും ദാനങ്ങളും, അങ്ങനെ എല്ലാ തലത്തിലും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും തലത്തിൽ മറ്റുള്ളവരുമായി നമ്മുടെ ജീവിതത്തെ പങ്കിട്ടുകൊണ്ട് ഈ പെസഹ വ്യാഴാഴ്ചയുടെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. അതിന് ഒരു പരിധിയില്ല. ഈ വിശുദ്ധ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് തൻ്റെ ശുശ്രൂഷ സമർപ്പിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ മനോഭാവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തുടരാം. ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഭാഷയുടെയോ ഒരു വ്യത്യാസവും പരിഗണിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹവും എല്ലാവർക്കും വേണ്ടിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പങ്കുവയ്ക്കാവുന്നവയെല്ലാം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയുടെ ജീവിതത്തിനായിട്ട് ഈ പെസഹ തിരുനാൾ നമ്മെ ആഹ്വാനം ചെയ്യട്ടെ. ഈ പെസഹ തിരുനാൾ ഈ ചിന്തകളോടെ നമുക്ക് ആചരിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിലൂടെ പ്രകാശിതമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ ജീവിത സാക്ഷ്യം നമ്മുടെ ജീവിതങ്ങളിലും സ്വീകരിക്കുവാനും കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഈ നല്ല വ്യാഴാഴ്ചയുടെ, ഈ പെസഹ വ്യാഴാഴ്ചയുടെ ആശംസകൾ ഞാൻ നേരുന്നു. ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.